നമസ്കാരം. പ്രധാന വാർത്തകൾ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മോട്ടോർ തൊഴിലാളികൾ മാർച്ച് 24-ന് പാർലമെന്റിലേക്ക് മാർച്ച് നടത്തും. മാർച്ചിന്റെ പ്രചരണാർത്ഥം ഇന്ത്യ റോഡ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ നടത്തുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് ചേർത്തലയിൽ സ്വീകരണം നൽകി. കുംഭഭരണി നാളിൽ വാരനാട് ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രധാന വഴിപാടാണ് ഗരുഡം തൂക്കം. ഇതിനുള്ള ചാട് കൈമാറൽ ചടങ്ങ് ക്ഷേത്ര സന്നിധിയിൽ നടന്നു. പ്രസിദ്ധമായ കുംഭഭരണി മാർച്ച് 4-ന്. അച്ചനകം സെന്റ് ആന്റണീസ് പള്ളിയിൽ വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളിന് തുടക്കമായി. പ്രധാന തിരുനാൾ ദിനം ഞായറാഴ്ച. കോൺഗ്രസ് നേതാവായിരുന്ന ദേവകി കൃഷ്ണന്റെ 42ാമത് ചരമവാർഷിക ദിനം ആചരിച്ചു. വയലാർ ദേവകി കൃഷ്ണൻ ഭവനിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മോട്ടോർ തൊഴിലാളികൾ മാർച്ച് 24-ന് പാർലമെന്റ് മാർച്ച് നടത്തും. മാർച്ചിന്റെ പ്രചരണാർത്ഥം ഓൾ ഇന്ത്യ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ നടത്തുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് ചേർത്തലയിൽ സ്വീകരണം നൽകി. എച്ച് സലാം MLA ഉദ്ഘാടനം ചെയ്തു. ഇന്ധനവില കുറയ്ക്കുക, മോട്ടോർ തൊഴിലാളികളുടെ നിയമത്തിലെ തൊഴിലാളി വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കുക, അസംഘടിത മോട്ടോർ തൊഴിലാളികൾക്ക് ക്ഷേമ പദ്ധതി നടപ്പിലാക്കുക, തൊഴിലാളി ദ്രോഹ ലേബർ കോഡുകൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് മാർച്ച് 24-ന് മോട്ടോർ തൊഴിലാളി പാർലമെന്റ് മാർച്ച് നടത്തും. മാർച്ചിന്റെ പ്രചരണാർത്ഥം ഓൾ ഇന്ത്യ റോഡ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ജില്ലാ വാഹന പ്രചരണ ജാഥ എച്ച് സലാം MLA ഉദ്ഘാടനം ചെയ്തു. മൊത്തത്തിലൊരു സമൂഹത്തിന്റെ ജീവിതത്തിന് ചലനം നിലയ്ക്കുന്ന പോലെയുള്ള ഒരു ഏർപ്പാടാണ്. അത്രയും പ്രാധാന്യം രാജ്യത്തെ മോട്ടോർ വ്യവസായ മേഖലയ്ക്കുണ്ട്. എന്നാൽ ഈ രംഗത്ത് ജോലി എടുക്കുന്ന പാവപ്പെട്ട തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉപജീവനത്തിന്റെ വഴിയായി മേഖലയെ സംരക്ഷിക്കാൻ നമ്മെ ഭരിക്കുന്ന ഗവൺമെന്റ് നിലപാട് സ്വീകരിക്കുന്നുണ്ടോ എന്ന് നോക്കുമ്പോഴത്തേക്കാണ് നമുക്ക് ആ പ്രയാസം വരിക. ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് ഈ റോഡ് ഗതാഗത മേഖലയെ, മോട്ടോർ വ്യവസായ മേഖലയെ പരിപൂർണമായി രാജ്യത്തെ കോർപ്പറേറ്റ് വൽക്കരിക്കാൻ എങ്ങനെ പറ്റുമെന്ന് ആലോചിക്കുന്ന ഒരു ഗവൺമെന്റാണ്. അവരങ്ങനെ ആലോചിക്കുന്നതിന്റെ കാര്യം ഞാൻ ഈ പറഞ്ഞത്രയും പ്രാധാന്യം, ചെറിയ സെന്റൻസ് കുറച്ച് ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ഏതായാലും സംക്ഷിപ്തമായി ഞാനും പറഞ്ഞത്രയും പ്രാധാന്യം ഈ മോട്ടോർ വ്യവസായ രംഗത്തിനുണ്ടെന്നുള്ളത് കൊണ്ട് ആ പ്രാധാന്യമുള്ളൊരു മേഖലയെ രാജ്യത്തെ വൻകിടക്കാരായ കോർപ്പറേറ്റ് മുതലാളിമാർക്ക് ഒരു പുതിയ മേച്ചിൽപ്പുറമായി എങ്ങനെ മാറ്റിക്കൊടുക്കാം എന്നാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് ഇപ്പോൾ ആലോചിക്കുന്നത്. ചേർത്തല ഇരുമ്പുപാലത്തിന് സമീപം ചേർന്ന യോഗത്തിൽ സ്വാഗത സംഘം ചെയർമാൻ B. വിനോദ് അധ്യക്ഷനായി. ജാഥ ക്യാപ്റ്റൻ R. ഹരിദാസ് നായർ, സുരേശ്വരി ഘോഷ്, KP പ്രതാപൻ, KS സാബു, ഷേർലി ഭാർഗവൻ, KK ചന്ദ്രബാബു, നിർമ്മല ശെൽവരാജ്, VA പരമേശ്വരൻ, അഡ്വക്കേറ്റ് KB ഹർഷകുമാർ, PN സന്തോഷ് കുമാർ, BK തങ്കപ്പൻ, CP ബൈജു, മധു B. ഗോപാലൻ, CV പ്രദീപ്, B. ശ്രീകണ്ഠൻ നായർ എന്നിവർ സംസാരിച്ചു. സ്വാഗത സംഘം കൺവീനർ P. ഷാജി മോഹൻ സ്വാഗതം പറഞ്ഞു. കോൺഗ്രസ് നേതാവായിരുന്ന ദേവകി കൃഷ്ണന്റെ 42ാമത് ചരമവാർഷിക ദിനം ആചരിച്ചു. വയലാർ ദേവകി കൃഷ്ണൻ ഭവനിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടന്നു. രാവിലെ ദേവകി കൃഷ്ണൻ സ്മൃതി മണ്ഡപത്തിൽ നിരവധി നേതാക്കളെത്തി പുഷ്പാർച്ചന നടത്തി. തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനം DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് B. ബാബു പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ ഇത്രയും വർഷങ്ങളായി ഇത് തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് തികച്ചും വളരെ ഏറെ യത്നമുള്ള, വളരെയേറെ സമർപ്പണ ബോധം ഉള്ള ഒരു കാര്യമാണ്. ആ അമ്മ ഭാഗ്യവതിയാണ്. കാരണം മരിച്ചു മൺമറഞ്ഞു പോയിട്ടും 42 വർഷം കഴിഞ്ഞിട്ടും ആ ആത്മാവിനോട് നീതി പുലർത്താൻ ആ അമ്മയുമായി ബന്ധപ്പെട്ട ഈ മണ്ണിലെ കുറേ സന്തതികളെങ്കിലും തയ്യാറാകുന്നു എന്നുള്ളതിൽ ആ അമ്മ അങ്ങേയറ്റം, അമ്മയുടെ ആത്മാവ് സന്തോഷിക്കേണ്ടതാണ്. ദിനാചരണ കമ്മിറ്റി ചെയർമാൻ KR രാജേന്ദ്രപ്രസാദ് അധ്യക്ഷത വഹിച്ചു. ശ്രീമതി ദേവകി കൃഷ്ണൻ നമ്മെ എല്ലാവരെയും വിട്ടുപിരിഞ്ഞിട്ട് 42 വർഷം പൂർത്തീകരിക്കുകയാണ്. സ്വാഗത പ്രാസംഗികൻ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, ദേവകി കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഒരു അപൂർവ പ്രതിഭയായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കേരളത്തിൽ യുവജനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും തൊഴിലാളികളുടെയും ഇടയിൽ അതിശക്തമായ സ്വാധീനം ചെലുത്തിക്കൊണ്ട് ഈ പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു ദേവകി കൃഷ്ണൻ. മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു.
കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ എക്സിക്യൂട്ടീവ് അംഗം കൂടിയായിരുന്ന ദേവകി കൃഷ്ണൻ നാട്ടിൻപുറത്തെ പാവങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുവാൻ ഓടി നടന്ന നേതാവായിരുന്നു. നേതാക്കളായ എ ഷുക്കൂർ, അഡ്വക്കേറ്റ് സി കെ ഷാജി മോഹൻ, അഡ്വക്കേറ്റ് ശരത്ത്, ടി എസ് രഘുവരൻ, ജയലക്ഷ്മി, അനിൽകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. സമുദ്രത്തിൽ ആറാട്ടോടെ മാരാരിക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിന് സമാപനം. രാത്രി 9:30 കൊടിയിറക്കിയ ശേഷമാണ് ആറാട്ട് സമുദ്രത്തിലേക്ക് പുറപ്പെട്ടത്. വേദഘോഷം, ശംഖുധ്വനി, പഞ്ചവാദ്യം, ചെണ്ടമേളം, നാദസ്വരം, വായ്പാട്ട്, കൊമ്പ്, കുഴൽ, പുല്ലാങ്കുഴൽ, ഉടുക്ക്, വേലകളി, താലപ്പൊലി, മയൂരനൃത്തം, അർജുന നൃത്തം എന്നിവ ആറാട്ട് ഘോഷയാത്രയ്ക്ക് മിഴിവേകി. രാത്രി 1 മണിക്കാണ് സമുദ്രത്തിൽ ആറാട്ട് നടന്നത്. ആറാട്ട് കഴിഞ്ഞ് മടങ്ങി വരും വഴി പുലർച്ചെ 2:30 മാരാരിക്കുളത്തെ വ്യാപാരികൾ സ്വീകരണം നൽകി. ശിവരാത്രി ദിവസവും ആറാട്ട് ദിവസവും വൻ ഭക്തജന തിരക്കാണ് മാരാരിക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത്. അച്ഛനകം സെന്റ് ആന്റണീസ് പള്ളിയിൽ വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളിന് തുടക്കമായി. തലയാഴം സെന്റ് ജോസഫ് പള്ളി വികാരി ഫാദർ ബിജു ചക്യാത്ത് കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. വൈക്കത്തെ പ്രസിദ്ധ ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ ഒന്നാണ് അച്ഛനകം സെന്റ് ആന്റണീസ് ചർച്ച്. വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാൾ സംയുക്തമായിട്ടാണ് ഇവിടെ ആഘോഷിക്കുന്നത്. ഞായറാഴ്ചയാണ് പ്രധാന തിരുനാൾ ദിനം. മുരിങ്ങൂർ ഡിസൈൻസ് മീഡിയ കോളേജ് പ്രിൻസിപ്പൽ ഫാദർ റോബിൻ ചുറ്റിപ്പറമ്പിൽ തിരുനാൾ സന്ദേശം നൽകും. തുടർന്ന് ആഘോഷമായ തിരുനാൾ പ്രദക്ഷിണം നടക്കും. പള്ളി വികാരി ഫാദർ ജെയ്സൺ കുളുത്തുവള്ളി, പ്രസിഡന്റുമാരായ അലീന ലിജോ, ഈവ റോസ് മാത്യു, അലൻജെ ലിജോ പുത്തന്തറ, കൈക്കാരന്മാരായ തോമസ് മൂലയിൽ, വർഗീസ് പുത്തന്തറ തുടങ്ങിയവർ നേതൃത്വം നൽകി. KN സയ്യിദ് മുഹമ്മദ് മെമ്മോറിയൽ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സയ്യിദ് മുഹമ്മദിന്റെ 5ാമത് ചരമവാർഷികം ആചരിച്ചു. ചേർത്തല NSS യൂണിയൻ ഹാളിൽ A ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു. വളരെ കൗതുകത്തോടുകൂടി നോക്കാറുണ്ടായിരുന്നു, അല്ലെങ്കിൽ നിരീക്ഷിക്കാറുണ്ടായിരുന്നു. അവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞ ചില നേതാക്കളിൽ എടുത്തു പറയാൻ കഴിയുന്ന ഒരു പേരാണ് ശ്രീ KN സയ്യിദ് മുഹമ്മദ്. ഞാൻ എപ്പോഴും ഓർക്കുന്നു, പള്ളിപ്പുറം NSS കോളേജിലെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായി ആ കാലഘട്ടങ്ങളിൽ KSU നിരന്തരമായി വിജയിച്ചു കൊണ്ടിരുന്ന ഒരു ഘട്ടം എല്ലാ വർഷങ്ങളിലും ആ പള്ളിപ്പുറം NSS കോളേജിലെ KSU നേതാവാണ്. പിന്നെ എൻ്റെ ഓർമ്മയിൽ സ്കൂളിൽ പഠിക്കുമ്പോഴുള്ളത്, അതൊരു ഭാഗ്യം കൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് ഒരേ സമയം യൂണിവേഴ്സിറ്റി യൂണിയനിലേക്ക് പോകാൻ പോലും മോഹനക്കുറുപ്പിനെയാണ് എൻ്റെ മനസ്സിലുള്ളത്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ഘട്ടത്തിൽ മോഹനക്കുറുപ്പ് സമരം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിലെ KSUവിൻ്റെ ഒരു പുതിയ ചരിത്ര അധ്യായമായി അവിടെ തുടക്കം കുറിച്ചു. ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് KJ സണ്ണി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി TD രാജൻ സ്വാഗതം പറഞ്ഞു. ട്രഷറർ KM ഹബീബ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. UDF ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് CK ഷാജി മോഹൻ, KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് S ശരത്ത്, അഡ്വക്കേറ്റ് CD ശങ്കർ, PT രാധാകൃഷ്ണൻ, KC ആന്റണി, ചാരിറ്റബിൾ സൊസൈറ്റി ജോയിന്റ് സെക്രട്ടറി G സോമകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. CR മഹേഷ് MLA പ്രതിഭകളെ ആദരിച്ചു. പക്ഷേ അത്ഭുതത്തോടെയും അഭിമാനത്തോടെയും ആണ് ഞാൻ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. കാരണം മരണപ്പെട്ടു പോയ ഒരു പൊതുപ്രവർത്തകന്റെ പേരിൽ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കുകയും ആ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ മുടങ്ങാതെ
സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വീട്ടിൽ പെൻഷൻ എത്തിക്കുകയും ചികിത്സാ സഹായം നൽകുകയും ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം ചെയ്യുകയും അങ്ങനെ സമാനതകളില്ലാത്ത ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്നത് വഴി ഓരോ നിമിഷവും ഏറ്റവും പ്രിയങ്കരനായ ശ്രീ KN സെയ്ദ് മുഹമ്മദ് അവറുകളെ ഓർമ്മിക്കുന്ന തരത്തിൽ കേരളത്തിലെ തന്നെ മറ്റ് ട്രസ്റ്റുകൾക്കും സൊസൈറ്റികൾക്കും ഒക്കെ മാതൃകയായ ഈ ട്രസ്റ്റിനെ ഞാൻ അങ്ങേയറ്റം ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണ്. കുംഭഭരണി നാളിൽ വാരനാട് ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രധാന വഴിപാടാണ് ഗരുഡൻ തൂക്കം. ഇതിലുള്ള ചാട് കൈമാറൽ ചടങ്ങ് ക്ഷേത്ര സന്നിധിയിൽ നടന്നു. ദേവി ക്ഷേത്രത്തിലെ മഹോത്സവം അനുസരിച്ച് 4-ാം തീയതി നടക്കുന്ന ഗരുഡൻ തൂക്കത്തോടെയാണ് ഈ മഹോത്സവം അവസാനിക്കുന്നത്. അന്നത്തേക്ക് വേണ്ടി ലാസ്റ്റ് ഡേയിലുള്ളത് നമ്മുടെ ഗരുഡൻ തൂക്കമാണ് പ്രധാനം. അത് രാത്രി 12 മണിക്കാണ് അവിടുന്ന് പുറപ്പെടുന്നത്, ഇവിടെ വന്ന് അവസാനിക്കും. അത് ഇത്തവണ അരുൺ ആണ് നടത്തുന്നത്. അദ്ദേഹത്തിന് ചാട് കൈമാറുന്ന ഒരു ഇതുള്ളത്. അപ്പോൾ അതായിരുന്നു ഇന്നത്തെ ചടങ്ങ്. മാർച്ച് 4-ന് രാത്രി 12:30 കുംഭഭരണി ദിനത്തിൽ നടക്കുന്ന ഗരുഡൻ തൂക്കം വഴിപാടിനായി ചാട് കൈമാറി. ചടങ്ങിൽ ദേവസ്വം വൈസ് പ്രസിഡന്റ് KN ഉദയവർമ്മ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം P. അയ്യപ്പൻ എന്നിവർ ചേർന്ന് ഗരുഡൻ തൂക്കം വഴിപാടായി നടത്തുന്ന തിരുനെല്ലൂർ സപ്തഗിരി ശ്രീഹരിക്ക് കൈമാറി. ചടങ്ങിൽ നീലാശ്ശേരി ശശി ആചാരി, തങ്കച്ചൻ ആചാരി എന്നിവർ പങ്കെടുത്തു. മാർച്ച് 4 ചൊവ്വാഴ്ചയാണ് പ്രസിദ്ധമായ കുംഭഭരണി മഹോത്സവം. പുലർച്ചെ 4:30 മുതൽ ഭരണി ദർശനം തുടങ്ങും. ഉപജില്ലാ ഹെഡ്മാസ്റ്റർ ഫോറത്തിന്റെ നേതൃത്വത്തിൽ യാത്രയപ്പ് സമ്മേളനം നടത്തി. LSS, USS പരീക്ഷാ വിജയികളെ അനുമോദിക്കുകയും ചെയ്തു. സാമൂഹ്യമായി മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങിയെടുത്തുനിന്നാണ് മനുഷ്യന്റെ വികാസം ഉണ്ടാവുന്നത്. അതില് വിജ്ഞാനത്തിന്റെ വളർച്ച പ്രധാനമാണ്. അതിന്റെ കമ്മ്യൂണിക്കേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. കാലത്തിന്റെ മാറ്റമനുസരിച്ച് കമ്മ്യൂണിക്കേഷന്റെ സാധ്യതകൾ, നൂതനമായ ധാരാളം സാധ്യതകൾ നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്നുണ്ട്. ആധുനികമായ ഒരു കാലത്തേക്ക് എത്തുമ്പോൾ ആ വിജ്ഞാന വളർച്ചയുടെ ഒരു ശക്തി വളരെ വലുതായിക്കൊണ്ടേയിരിക്കുന്നു കാണാൻ പറ്റും. സർവീസിൽ നിന്നും വിരമിക്കുന്ന ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ S. സുമാദേവി, പ്രധാനാധ്യാപകരായ K. രാജു, P. ശ്രീലത, B. ലാലി, B. ഇന്ദിര, S. മിനി, VT ബിന്ദു എന്നിവർക്കാണ് യാത്രയപ്പ് നൽകിയത്. അമ്പലപ്പുഴ ഗവൺമെന്റ് LP സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ R. ജയരാജ്, അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭ ബാലൻ, LR രമ, സ്മിത, HM ഫോറം കൺവീനർ R. രാധാകൃഷ്ണപ്പൈ തുടങ്ങിയവർ പങ്കെടുത്തു. തലയാഴം തൃപ്പക്കുടം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി മനയാറ്റത്തുമന ദിനേശൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റ് ചടങ്ങുകൾ നടന്നത്. ഉത്സവ ബലി ദർശനം, നൃത്തനൃത്യങ്ങൾ, ഫ്യൂഷൻ തിരുവാതിര, കാഴ്ചശ്രീബലി, കൂറത്തിയാട്ടം, ഓട്ടംതുള്ളൽ, തില്ലാന കച്ചേരി തുടങ്ങിയവ വിവിധ ദിവസങ്ങളിലായി നടക്കും. മാർച്ച് 8-ന് ഉത്സവത്തിന് സമാപനമാകും. രാത്രി 12-ന് ആറാട്ടിന് സ്വീകരണം നൽകും. ബാലസൗഹൃദ പഞ്ചായത്തിന്റെ ഭാഗമായി നടപ്പാക്കുന്ന വിവിധ പദ്ധതികളിൽ കാഴ്ച എന്ന കന്നഡ വിതരണ പദ്ധതിക്ക് ആലപ്പുഴയിൽ തുടക്കം. H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. നിരവധിയായിട്ടുള്ള സ്കീമുകൾ പഞ്ചായത്ത് കുട്ടികളെ ബേസ്ഡ് ആയിട്ട് തന്നെ ഇവിടെ ആവിഷ്കരിക്കപ്പെടുകയും അത് നടപ്പാക്കി പോകാനും തീർച്ചയായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ വിളിച്ചു വന്ന പദ്ധതിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഡോക്ടറോട് സംസാരിച്ചു. നമുക്കെല്ലാം നോർമലി നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് കാഴ്ചയുടെ പ്രാധാന്യം എത്ര വലുതാണെന്നുള്ള കാര്യം. കാഴ്ചയില്ലാത്തൊരു മനുഷ്യനെ കുറിച്ച് ആലോചിച്ചാലാണ് കാഴ്ചയുടെ പ്രാധാന്യം നമുക്ക് നല്ലപോലെ തിരിച്ചറിയാൻ നിശ്ചയമായിട്ട് പറ്റുന്നത്. നമ്മുടെ ചുറ്റുപാടുകളെ കുറിച്ച്, ലോകത്തെക്കുറിച്ച് എല്ലാം നമുക്ക് അറിയാൻ കഴിയുന്നതിന്റെ ഏറ്റവും പ്രൈമറി ആയ ഒരു സംഗതിയാണ്. ഒരുപക്ഷെ നമ്മുടെ മനുഷ്യൻ എന്ന നിലയ്ക്കുള്ള നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനം, അതില്
പ്രധാനപ്പെട്ട തലച്ചോറിന്റെ പ്രവർത്തനമാണ്. നമ്മുടെ ചലനത്തെ എല്ലാം നിയന്ത്രിക്കുന്ന നിശ്ചയമായിട്ട് തലച്ചോറാണ്. 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 28 വിദ്യാർത്ഥികൾക്കാണ് സൗജന്യമായി കണ്ണടകൾ നൽകിയത്. പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടത്തിയ പരിപാടിയിൽ പ്രസിഡന്റ് പി. സൈറസ് അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ എം. ഷീജ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ NK ബിജുമോൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സതി രമേശ്, പഞ്ചായത്ത് അംഗം അജയ് ഘോഷ്, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ AD അഞ്ജു, ഡോക്ടർ ഹരിശങ്കർ, ഇന്ദു, സജീവ് എന്നിവർ സംസാരിച്ചു. ആലപ്പുഴ കൊട്ടാരം ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന സപ്താഹയജ്ഞം തുടരുന്നു. യജ്ഞത്തിന്റെ ഭാഗമായി 5-ാം ദിവസം രുക്മിണി സ്വയംവരം പാരായണം ചെയ്തു. ചെങ്ങന്നൂർ ജയപ്രകാശാണ് യജ്ഞാചാര്യൻ. രുക്മിണി സ്വയംവര ഘോഷയാത്ര യജ്ഞമണ്ഡപത്തിൽ എത്തിച്ചേർന്നപ്പോൾ സ്വയംവര ഭാഗം പാരായണം ചെയ്തു. കേവലം കൃഷ്ണൻ തന്റെ കല്യാണം ആഘോഷിച്ച ഞായറാഴ്ച അവ്രത സ്നാനത്തോടെ സപ്താഹയജ്ഞം സമാപിക്കും. മാർച്ച് 4 ചൊവ്വാഴ്ചയാണ് കുംഭഭരണി മഹോത്സവം. കേരള കോൺഗ്രസ് ബി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കേന്ദ്ര അവഗണനയ്ക്കെതിരെയായിരുന്നു പ്രതിഷേധം. നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് ബി ഈ രാജ്യത്ത് കേരളത്തിലെ ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടും എന്നുള്ളതിന്റെ സൂചനയാണ് ഇന്ന് നടക്കുന്ന ആലപ്പുഴയിൽ നടക്കുന്ന ഈ ധർണാ സമരം. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു കേന്ദ്ര ഗവൺമെന്റ് ഇവിടെ വേണോ? എന്തിനാണ് കോർപ്പറേറ്റുകൾക്കും അദാനിക്കും അംബാനിക്കും വേണ്ടി ഒരു കേന്ദ്ര ഗവൺമെന്റ് എന്ന് ഞാൻ ചോദിക്കുക. കേരളം എന്ന പേര് ബഡ്ജറ്റിൽ ഉച്ചരിക്കാത്ത ഒരു ധനമന്ത്രിയെ ഇവിടെ വേണോ എന്ന് ഞങ്ങൾ ചോദിക്കുന്നത് നീതിയല്ലേ എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക. കേരള കോൺഗ്രസ് ബി ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രശാന്ത് എസ് നായർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് നേമൻ ലോറൻസ്, നിയോജക മണ്ഡലം പ്രസിഡന്റുമാരായ ജേക്കബ്, KG കടവിൽ, ഷാജി മാവേലിക്കര, മല്ലിക അമ്പലപ്പുഴ, ഷെമി മാവേലിക്കര, രവീന്ദ്രൻകുട്ടി കളങ്ങര, ബാബു പള്ളിത്തുരുത്ത്, ഷാജി മീനത്തേരിൽ, വിൻസെന്റ് KB, ബിനോമോൻ പഴയമഠം എന്നിവർ പ്രസംഗിച്ചു. കേരള വ്യാപാരി വ്യവസായി കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ നേതൃത്വ ക്യാമ്പ് ചേർത്തലയിൽ നടന്നു. സംസ്ഥാന പ്രസിഡന്റ് വിജയൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സെക്രട്ടറി CR സാനു അധ്യക്ഷത വഹിച്ചു. വ്യാപാരി വ്യവസായി മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജാസ്മിൻ സ്വാഗതം പറഞ്ഞു. ജനറൽ സെക്രട്ടറി കരപ്പുറം തങ്കച്ചൻ മുഖ്യപ്രഭാഷണം നടത്തി. ഷെരീഫ്, രൂപേഷ്, ബേബി കമലം തുടങ്ങിയവർ പ്രസംഗിച്ചു. പട്ടണക്കാട് പഞ്ചായത്തിന്റെ പ്രസിഡന്റായി നമ്മൾ ഞങ്ങളുടെ വനിതാ സംരംഭകരുടെ ജില്ലയുടെ പ്രസിഡന്റായി വന്നിട്ടുള്ള ജാസ്മിൻ സഹോദരി നിങ്ങളുടെ പഞ്ചായത്തിന്റെ തന്നെ ഒരു പ്രസിഡന്റായി പ്രവർത്തിക്കുകയാണ്. അപ്പൊ നമ്മുടെ നാടിന്റെ തൊഴിലില്ലായ്മ, നാടിന്റെ ദാരിദ്ര്യം, നാടിന്റെ അരക്ഷിതാവസ്ഥ മാറ്റിയെടുക്കാൻ സ്വന്തമായി തൊഴിൽ കണ്ടുപിടിച്ച് ആ തൊഴിൽ ചെയ്ത് കുടുംബത്തെ പോറ്റാൻ, മക്കളെ പഠിപ്പിക്കാൻ, അമ്മ-പെണ്ണന്മാർക്ക് അസുഖം വന്നാലും മരുന്ന് വാങ്ങി കൊടുക്കാൻ, അതിനുവേണ്ടി പ്രയത്നിക്കുന്ന ഒരു വലിയ വിഭാഗമാണ് വനിതകൾ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മോട്ടോർ തൊഴിലാളികൾ മാർച്ച് 24-ന് പാർലമെന്റിലേക്ക് മാർച്ച് നടത്തും. മാർച്ചിന്റെ പ്രചരണാർത്ഥം ഇന്ത്യ റോഡ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ നടത്തുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് ചേർത്തലയിൽ സ്വീകരണം നൽകി.
കുംഭഭരണി നാളിൽ വാരനാട് ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രധാന വഴിപാടാണ് ഗരുഡം തൂക്കം. ഇതിനുള്ള ചാട് കൈമാറൽ ചടങ്ങ് ക്ഷേത്ര സന്നിധിയിൽ നടന്നു. പ്രസിദ്ധമായ കുംഭഭരണി മാർച്ച് 4-ന്. അച്ചനകം സെന്റ് ആന്റണീസ് പള്ളിയിൽ വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളിന് തുടക്കമായി. പ്രധാന തിരുനാൾ ദിനം ഞായറാഴ്ച. കോൺഗ്രസ് നേതാവായിരുന്ന ദേവകി കൃഷ്ണന്റെ 42ാമത് ചരമവാർഷിക ദിനം ആചരിച്ചു. വയലാർ ദേവകി കൃഷ്ണൻ ഭവനിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടന്നു. വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.